ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും എല്ലാത്തിൻ്റെയും കഴിക്കുന്ന ഒരു അടിപൊളി കോമ്പിനേഷനായ നമ്മുടെ വെളുത്ത ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 250 ഗ്രാം ചിക്കൻ നല്ലോണം കഴുകി ചെറിയ പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് വേണ്ടുന്നത് ഒരു ചെറിയ തക്കാളി, 2 പച്ചമുളക്, 2 ചെറിയ സവാള, വലുതാണെങ്കിൽ 1 മതി. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 10-15 കാഷ്യൂനട്ട് ഇതുപോലെ വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു പേരിന് മാത്രം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവൂ, കൂടിപ്പോകരുത്. ഒരു നുള്ള് മാത്രമേ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് 2-3 ചെറിയ കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പൂ, പിന്നെ അതിലേക്ക് നമുക്ക് ആ സവാളയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ വഴണ്ട് വരണമെങ്കിൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയ സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്ന സമയത്ത് നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ലതുപോലെ വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കാഷ്യൂനട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ ഗരം മസാല പൊടിച്ച മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് പൊടിച്ചെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒന്ന് കളറ് മാറി വരുന്നിടം വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ചിക്കൻ്റെയൊക്കെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ആ സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളുടെ പച്ചമണം മാറി വരുന്നതിന് വരെ നമ്മളിതൊന്ന് ഇളക്കിയെടുക്കണം. മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയായിട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്കൊന്ന് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്ന ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ആദ്യം 1/2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. 5-8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. നമ്മളൊന്ന് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 5-8 മിനിറ്റ് നമ്മളിതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുത്താൽ മതിയാകും. ഇപ്പം ഞാൻ ടോട്ടലിലേക്ക് 3/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ആദ്യം 1/2 ഗ്ലാസും പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് 5-8 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് നമ്മുടെ കാഷ്യൂനട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചതില്ലേ, അതാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ പേസ്റ്റ് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് മിക്സർ ജാറിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനകത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടാണ്. നന്നായിട്ട് തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. നമുക്കിതിലേക്ക് തേങ്ങാപ്പാലോ മുളക് പൊടിയോ ഒന്നും വേണ്ട, ഫ്രഷ് ക്രീമോ ഒന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ഉണ്ണിക്കിച്ചൂസ് കറി വേൾഡ്. ബൈ.